ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിൽ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പാലക്കാട് റോഡ് ഷോയിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. ജനങ്ങളുമായി നേരിട്ട് സംവദിച്ച് സ്ഥാനാർത്ഥികൾ. ഇലക്ടറൽ ബോണ്ട് കേസിൽ തിരിച്ചറിയൽ നമ്പർ ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്താൻ SBIയോട് സുപ്രീംകോടതി. ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് മേഖലയുടെ ഏറ്റവും വലിയ പ്രദർശനമായ സ്റ്റാർട്ടപ്പ് കുംഭിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഐ-ലീഗ് ഫുട്ബോളിൽ ഇന്റർകാശി ഇന്ന് ഐസ്വാൾ FCയെ നേരിടും. വാർത്തകൾ വിശദമായി. തെലങ്കാനയിലെ ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റാൻ BJP പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജഗതിയാലിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗീതാ വിദ്യാലയം ഗ്രൌണ്ടിൽ നടക്കുന്ന പൊതുയോഗത്തിൽ നിസാമാബാദ്, കരീംനഗർ, പെദ്ദപ്പള്ളി പാർലമെന്റ് മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികൾ പങ്കെടുത്തു. കഴിഞ്ഞ 5 ദിവസത്തിനിടെ തെലങ്കാനയിൽ ശ്രീ മോദി നടത്തുന്ന 3ാമത്തെ പരിപാടിയാണിത്. തെലങ്കാനയിലെ പരിപാടിക്ക് ശേഷം കർണാടകയിൽ ശിവമോഗയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. തുടർന്ന് വൈകിട്ട് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ റോഡ് ഷോയിലും ശ്രീ മോദി പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് തീയതി വ്യക്തമായതോടെ 3 മുന്നണികളും ഒരുപോലെ വിജയപ്രതീക്ഷ പുലർത്തുന്ന പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണവും ഊർജിതമായി. NDA മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പാലക്കാട് നഗരത്തിൽ റോഡ് ഷോ നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പ്രധാനമന്ത്രിയുടെ കേരളത്തിലെ ആദ്യ പ്രചാരണ പരിപാടിയാണ് നാളെ പാലക്കാട്ട് നടക്കുന്നത്. നാളെ രാവിലെ കോട്ടമൈതാനം 5 വിളക്കിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുക. സുൽത്താൻപേട്ട വഴി പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് റോഡ് വരെയാണ് റോഡ് ഷോ നിശ്ചയിച്ചിരിക്കുന്നത്. മേഴ്സി കോളേജ് ഗ്രൌണ്ടിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗം കോട്ടമൈതാനത്ത് എത്തും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്ന നഗരത്തിൽ നാളെ രാവിലെ 9 മണി മുതൽ ഗതാഗത നിയന്ത്രണവും ഉണ്ടാകും. പ്രധാനമന്ത്രി എത്തുന്നതോടെ പ്രചാരണം ചൂടുപിടിക്കുന്ന പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വരും ദിവസങ്ങളിൽ LDF, UDF മുന്നണികളുടെ താരപ്രചാരകരും പ്രചാരണത്തിന് എത്തും. തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ ഇന്ന് തീരദേശ മേഖലയിലെ ജനങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും. നെയ്യാറ്റിൻകരയിലെ വിവിധ മേഖലാ കൺവെൻഷനുകളിലും പങ്കെടുക്കും. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ UDF കൺവെൻഷൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. NDA സ്ഥാനാർത്ഥി V മുരളീധരനും വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തും. അടുത്ത ആഴ്ചയോടെ വയനാട്ടിലെത്തുന്ന രാഹുൽ ഗാന്ധിക്ക് വമ്പൻ വരവേൽപ്പ് നൽകാനൊരുങ്ങി UDF-നും BJPക്കുമെതിരെ പഴുതടച്ച പ്രചാരണത്തിനൊരുങ്ങുകയാണ് LDF. ഇലക്ടറൽ ബോണ്ട് കേസിൽ തിരിച്ചറിയൽ നമ്പർ അടക്കം ലഭ്യമായ എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്താൻ SBIയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. വ്യാഴാഴ്ചക്കകം എല്ലാം വെളിപ്പെടുത്തിയെന്ന് സത്യവാങ്മൂലം നൽകാനും കോടതി ആവശ്യപ്പെട്ടു. ഇലക്ടറൽ ബോണ്ടിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ ഫെബ്രുവരി 15-നാണ് സുപ്രീംകോടതി SBIയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ വിവരങ്ങൾ നൽകുന്നത് വൈകിപ്പിക്കാൻ സാവകാശം ചോദിച്ച SBIയുടെ അപേക്ഷ തള്ളിയ കോടതി അന്ത്യശാസനം കൊടുത്തതോടെയാണ് ഇലക്ടറൽ ബോണ്ട് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചത്. ഡൽഹി ജൽ ബോർഡ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കെജ്രിവാളിനെതിരായ 2ാമത്തെ കേസാണിത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു സമൻസും ED അയച്ചിട്ടുണ്ട്. ഇതുപ്രകാരം ഈ മാസം 21-ന് അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഹാജരാകണം. ഡൽഹി സർക്കാർ നൽകിയ കരാറുമായി ബന്ധപ്പെട്ട് ലഭിച്ച കൈക്കൂലി ആം ആദ്മി പാർട്ടിക്ക് സംഭാവനയായി നൽകിയതായതാണ് EDയുടെ ആരോപണം. തെലങ്കാന ഗവർണറും പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറുമായ തമിഴിസൈ സൗന്ദരരാജൻ രാജിവെച്ചു. ഗവർണർ രാഷ്ട്രപതിക്ക് രാജിക്കത്ത് സമർപ്പിച്ചു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി മെയ് 15-നും 31-നും ഇടയിൽ നടത്താനിരുന്ന CUET UG പരീക്ഷകൾ യഥാസമയം നടത്തുമെന്ന് UGC ചെയർപേഴ്സൺ M. ജഗദേഷ് കുമാർ അറിയിച്ചു. അതേസമയം മെയ് 13-നും 25-നും തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ അന്ന് നടത്താനിരുന്ന പരീക്ഷകൾ മാത്രം മറ്റൊരു ദിവസത്തേക്ക് മാറ്റും. തീയതി പിന്നീട് അറിയിക്കും. അപേക്ഷ നൽകാനുള്ള അവസാന തീയതി ഈ മാസം 26-നാണ്. കൊച്ചി സിമ്മത്തോൺ അൾട്രാ നീന്തൽ മത്സരങ്ങൾ അടുത്ത മാസം 21-ന് പെരിയാറിൽ നടത്തും. ഇന്ത്യൻ നദികളിലെ ഏറ്റവും വലിയ നീന്തൽ മത്സരമായ സിമ്മത്തോണിൽ 700-ലധികം പേർ പങ്കെടുക്കും. എറണാകുളം DTPCയുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നേതൃത്വത്തിലാണ് പരിപാടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം.
ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് മേഖലയുടെ ഏറ്റവും വലിയ പ്രദർശനമായ സ്റ്റാർട്ടപ്പ് കുംഭിന് ന്യൂഡൽഹിയിൽ തുടക്കം. 3 ദിവസം ഭാരത് മണ്ഡപത്തിലാണ് പരിപാടി. രാജ്യതലസ്ഥാനത്ത് ഇത്തരത്തിൽ സംഘടിപ്പിക്കുന്ന ആദ്യ പരിപാടിയാണ് സ്റ്റാർട്ടപ്പ് മഹാകുംഭ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി DPI IT സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് പറഞ്ഞു. 2000-ലധികം സ്റ്റാർട്ടപ്പുകൾ, 30,000 നൂതന സംരംഭകർ, 50,000 വാണിജ്യ പ്രതിനിധികൾ, നിക്ഷേപകർ, 10 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ എന്നിവർ സ്റ്റാർട്ടപ്പ് മഹാകുംഭിൽ പങ്കെടുക്കും. കണ്ണൂർ കേളകം പഞ്ചായത്തിലെ അടയ്ക്കാത്തോട് കാര്യംകാപ്പിൽ കൃഷിയിടത്തിൽ വനം വകുപ്പ് കണ്ടെത്തിയ കടുവ ഇന്നലെ സന്ധ്യയോടെ അപ്രത്യക്ഷമായി. കടുവ കടന്നുകളഞ്ഞതോടെ നാട്ടുകാർ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവച്ചു. മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടാനായിരുന്നു തീരുമാനം. എന്നാൽ വെറ്റിനറി ഡോക്ടറെ കിട്ടാതെ വന്നതോടെ കടുവയെ പിടികൂടുന്നത് വൈകി. കടുവ നിലയുറപ്പിച്ച കൃഷിയിടത്തിലെ തോടിന് ഇരുവശവും കടുവ രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ വല കെട്ടിയിരുന്നു. കടുവയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ഇടുക്കി മൂന്നാറിന് സമീപത്തെ മാട്ടുപ്പെട്ടിയിൽ കാട്ടാന പടയപ്പ 2 കടകൾ തകർത്തു. 2 ദിവസത്തിനിടെ 3ാമത്തെ കടയാണ് തകർക്കുന്നത്. മാട്ടുപ്പെട്ടി ബോട്ടിംഗ് സെന്ററിന് സമീപത്ത് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കാട്ടാന വഴിയോരത്തെ പെട്ടിക്കടകൾ തകർക്കുകയും വിനോദസഞ്ചാരികളുടെ അടക്കം വാഹനങ്ങൾ തടയുകയും ചെയ്തിരുന്നു. തുടർന്ന് വനപാലകർ ആനയെ തുരത്തിയെങ്കിലും രാത്രിയോടെ മടങ്ങിയെത്തി. ഇതുകൂടാതെ നല്ലതണ്ണിയിലെ തൊഴിലാളി ലയത്തിന് സമീപത്ത് കാട്ടുപോത്തിറങ്ങി. തിരുവനന്തപുരം പാലോട് ജനവാസ മേഖലയിലും കാട്ടാന ഇറങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് പേരാമ്പ്ര വാളൂരിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊണ്ടോട്ടി സ്വദേശി മുജീബാണ് റിമാൻഡിലായത്. പേരാമ്പ്ര സ്വദേശിനി അനുവിനെ കഴിഞ്ഞ ദിവസമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മലപ്പുറം ജില്ലാ പോലീസിന്റെ സഹായത്തോടെ കോഴിക്കോട് റൂറൽ പോലീസാണ് പ്രതിയെ പിടികൂടിയത്. മുജീബ് 50ഓളം കേസുകളിൽ പ്രതിയാണ്. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. 10 ജില്ലകളിൽ ഈ മാസം 20 വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, പത്തനംതിട്ട, തൃശൂർ ജില്ലകളിൽ 37 ഡിഗ്രി വരെയും, തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഐ ലീഗ് ഫുട്ബോളിൽ ഇന്റർകാശി ഇന്ന് ഐസ്വാൾ FCയെ നേരിടും. രാത്രി 7 മണിക്ക് പശ്ചിമബംഗാളിലെ കല്യാണി മുനിസിപ്പാലിറ്റി സ്റ്റേഡിയത്തിലാണ് മത്സരം. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന നടി അരുന്ധതി നായരുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. 3 ദിവസമായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കോവളം ഭാഗത്തു പോകുമ്പോൾ അരുന്ധതി സഞ്ചരിച്ച സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടത്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മലയാളം, തമിഴ് സിനിമകളിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് അരുന്ധതി നായർ. കേരള സർവകലാശാല കലോത്സവ വിധികർത്താവായിരുന്ന PN ഷാജിയുടെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നും സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിടണമെന്നും ആവശ്യപ്പെട്ട് NDA കണ്ണൂർ കലക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. BJP ദേശീയ സമിതി അംഗം CK പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി സംഘടനയായ SFIയെ നിയന്ത്രിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കാതെ വന്നിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ പാർലമെന്റ് LDF സ്ഥാനാർത്ഥി MV ജയരാജൻ ഇന്ന് കണ്ണൂർ മണ്ഡലത്തിൽ പര്യടനം തുടങ്ങി. UDF സ്ഥാനാർത്ഥി K സുധാകരൻ രാവിലെ തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ സന്ദർശനം നടത്തി. കരിപ്പൂർ, കണ്ണൂർ വിമാനത്താവളങ്ങളിൽ 2 യാത്രക്കാരിൽ നിന്നും 60 ലക്ഷം രൂപ വില വരുന്ന 931 ഗ്രാം സ്വർണം പിടികൂടി. കോഴിക്കോട് കല്ലാച്ചി സ്വദേശി പറയുള്ള പറമ്പത്ത് യൂസഫ്, കാസർഗോഡ് സ്വദേശി അബ്ദുള്ള കുഞ്ഞി എന്നിവരാണ് പിടിയിലായത്. കണ്ണൂർ വിമാനത്താവളത്തിൽ റിയാദിൽ നിന്നെത്തിയ കോഴിക്കോട് മേമുണ്ട സ്വദേശി അബ്ദുൽ ഖാദറിൽ നിന്ന് 1 കിലോ സ്വർണം പിടികൂടി. മഹാദേവ് ബുക്ക് ഓൺലൈൻ വാതുവെപ്പ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ ഉൾപ്പെടെ 19 പേർക്കെതിരെ ഛത്തീസ്ഗഡ് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം കേസെടുത്തു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച അപേക്ഷയെ തുടർന്നാണ് കേസ്. അഴിമതി നിരോധന നിയമത്തിലെ വഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അനധികൃത വരുമാനം ഷെൽ കമ്പനികളിലും ഓഹരി വിപണികളിലും നിക്ഷേപിച്ചതായും ആരോപണമുണ്ട്. അതേസമയം രാഷ്ട്രീയ പകപോക്കൽ മൂലമാണ് തനിക്കെതിരെ കേസെടുത്തതെന്ന് ഭൂപേഷ് ബാഗൽ പ്രതികരിച്ചു. തൃശൂർ ചാവക്കാട് തീപിടുത്തത്തിൽ 3 കടകൾ കത്തിനശിച്ചു. ട്രാഫിക് ഐലൻഡ് ജംഗ്ഷന് സമീപത്തെ കുന്നംകുളം റോഡിലെ കെട്ടിടത്തിനാണ് തീപിടിച്ചത്. കാരണം വ്യക്തമായിട്ടില്ല. അഗ്നിരക്ഷാസേനയുടെ 8 യൂണിറ്റുകളെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. 1992 മുംബൈ കലാപത്തിലും 93 സ്ഫോടനങ്ങളിലും കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്തവരുടെ അവകാശികൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ മഹാരാഷ്ട്ര സർക്കാർ ആരംഭിച്ചു. 1992 ഡിസംബറിലെ വർഗീയ കലാപത്തിലും 1993 മാർച്ചിൽ മുംബൈയിൽ നടന്ന ബോംബ് സ്ഫോടനത്തിലും മരിച്ചവരുടെയോ കാണാതായവരുടെയോ അവകാശികളെ കണ്ടെത്തി പലിശ സഹിതം നഷ്ടപരിഹാരം നൽകാൻ മഹാരാഷ്ട്ര സർക്കാരിനോട് സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിൽ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പാലക്കാട് റോഡ് ഷോയിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. ജനങ്ങളുമായി നേരിട്ട് സംവദിച്ച് സ്ഥാനാർത്ഥികൾ.
ഇലക്ടറൽ ബോണ്ട് കേസിൽ തിരിച്ചറിയൽ നമ്പർ ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്താൻ SBIയോട് സുപ്രീംകോടതി. ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് മേഖലയുടെ ഏറ്റവും വലിയ പ്രദർശനമായ സ്റ്റാർട്ടപ്പ് കുംഭിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഐ ലീഗ് ഫുട്ബോളിൽ ഇന്റർകാശി ഇന്ന് ഐസ്വാൾ FCയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.